പ്രശസ്ത നടി സുകുമാരി അന്തരിച്ചു. അഭിനയ മികവ് കൊണ്ട് 6 പതിറ്റാണ്ട് കാലം മലയാള ചലച്ചിത്ര മേഖലയിൽ തിളങ്ങി നിന്ന പ്രതിഭയാണ് വിടവാങ്ങിയത്. 72 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം ചെന്നൈയിലെ വീട്ടിൽ വെച്ച് പൊള്ളലേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ചെന്നൈയിലെ മാധ്യമം ലേഖകൻ അക്ബർ അലി ചേരുന്നു. അക്ബർ അലി, സംസ്കാരം എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത്? എവിടെയാണ് നടക്കുന്നത്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സുകുമാരി ഇന്ന് വൈകിട്ടാണ് ചെന്നൈ ഗ്ലോബൽ ആശുപത്രിയിൽ മരിച്ചത്. അതേസമയം മരണം സംബന്ധിച്ച് ചില സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അതായത് ഇന്ന് വൈകിട്ട് ഗുരുതരമായി പൊള്ളലേറ്റ്, ഏതാണ്ട് 40% പൊള്ളലേറ്റാണ് സുകുമാരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നത്. ഇന്ന് സുകുമാരിയുടെ പൊള്ളലേറ്റ ഭാഗങ്ങളിലെ കേടുവന്ന കോശങ്ങൾ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തിയിരുന്നുവെന്നും ഇതിനിടയിലാണ് ഹൃദയാഘാതം ഉണ്ടായതെന്നും ബന്ധുക്കൾ പറയുന്നു. അതേസമയം ഡോക്ടർമാർ ഇക്കാര്യത്തിൽ വ്യക്തമായ വിവരം നൽകാൻ തയ്യാറായിട്ടില്ല. പൊള്ളലേറ്റ് മരിച്ചതിനാൽ പോസ്റ്റ്മോർട്ടം അനിവാര്യമാണ്. നാളെ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചെന്നൈ ത്യാഗരാജ നഗറിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം വൈകിട്ട് 4 മണിയോടെ ബസന്റ് നഗർ ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. പോസ്റ്റ്മോർട്ടം വൈകുകയാണെങ്കിൽ സ്വാഭാവികമായും പൊതുദർശനത്തിന് വെക്കലും സംസ്കാരവും വൈകും. അക്ബർ അലി, സുകുമാരിയുടെ മരണകാരണം സംബന്ധിച്ച് സംശയങ്ങൾ ബന്ധുക്കൾ ഉയർത്തുന്നുണ്ടോ? പറയൂ. ബന്ധുക്കൾ പറയുന്നത് ഇന്ന് ഓപ്പറേഷനിടയിലുണ്ടായ കോംപ്ലിക്കേഷൻ ആണ് ഈ മരണത്തിന് കാരണം, അതാണ് അറ്റാക്ക് ഉണ്ടാക്കിയത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അക്ബർ അലി, സുകുമാരിയുടെ ഒരു അന്ത്യാഭിലാഷം ആയി പറഞ്ഞിരുന്നത് കേരളത്തിൽ സംസ്കരിക്കണം എന്നതായിരുന്നു. ലിസിയോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായാണ് കേൾക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ കേരളത്തിലാകുമോ അതോ ചെന്നൈയിലാണോ? ഇപ്പോൾ ബന്ധുക്കൾ പറഞ്ഞത് നാളെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ചെന്നൈയിൽ തന്നെ സംസ്കരിക്കുമെന്നാണ്. കേരളത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഇനി അങ്ങനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ആലോചിച്ചേക്കും. ഇപ്പോൾ അവരുടെ തീരുമാനം ചെന്നൈയിൽ സംസ്കരിക്കാനാണ്. സുകുമാരിയുടെ മകന്റെ പ്രതികരണം? മകൻ ഇപ്പോൾ ആശുപത്രിയിൽ മറ്റുള്ള ഫോർമാലിറ്റീസുമായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഇന്നത്തെ ശസ്ത്രക്രിയയുടെ ഭാഗമായി ശസ്ത്രക്രിയ തുടങ്ങുന്നതായിട്ടുള്ള കോംപ്ലിക്കേഷനാണ് ഇതിന്റെ കാരണം, മരണത്തിന്റെ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലെ ആശുപത്രി ഇറക്കിയ ബുള്ളറ്റിനിൽ പോലും പറഞ്ഞിരുന്നത് പൊള്ളലേറ്റ വ്രണങ്ങൾ ഏതാണ്ട് ഉണങ്ങിയെന്നും ഡയാലിസിസ് ചികിത്സ കുറച്ച് ദിവസം കൂടി തുടരേണ്ടി വരുമെന്നുമാണ്. അക്ബർ അലി, മലയാള സിനിമാ രംഗത്തെ പ്രമുഖരാരെങ്കിലും ഇപ്പോൾ ആശുപത്രിയിലുണ്ടോ? ഇല്ല, ഇപ്പോൾ ആരുമില്ല. ഇപ്പൊ പത്രക്കാരും ഇവരുടെ അടുത്ത ബന്ധുക്കളും മാത്രമേ ഉള്ളൂ. സുകുമാരിയുടെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നുണ്ടോ? നാളെ രാവിലെ ചെന്നൈ ത്യാഗരാജ നഗറിലെ വീട്ടിൽ ഫ്ളാറ്റിൽ പൊതുദർശനത്തിന് വെക്കും എന്നാണ് മകനും മരുമകളും പറഞ്ഞിട്ടുള്ളത്. നന്ദി അക്ബർ അലി വിവരങ്ങൾ നൽകിയതിന്. 6 പതിറ്റാണ്ടിലേറെ നീണ്ട അഭിനയ മികവിനാണ് സുകുമാരിയുടെ നിര്യാണത്തോടെ അവസാനമായത്. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി സിനിമകളിലായി ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന നിരവധി വേഷങ്ങൾ സുകുമാരിയുടേതായിട്ടുണ്ട്. അനവധി പുരസ്കാരങ്ങളും അവരെ തേടിയെത്തി. പൂജപ്പുര ബാങ്കിൽ മാനേജറായിരുന്ന മാധവൻ നായരുടെയും സത്യഭാമയുടെയും മകളായി 1940 ജനനം. ഭർത്താവ് പ്രസിദ്ധ സംവിധായകൻ ഭീം സിംഗ്. തിരുവനന്തപുരത്താണ് ജനിച്ചതെങ്കിലും വളർന്നത് ചെന്നൈയിൽ. കഥകളി, കേരള നടനം, ഭരതനാട്യം എന്നിവയിൽ പ്രാവീണ്യം. തിരുവിതാംകൂർ സഹോദരിമാർ എന്ന പേരിൽ പ്രസിദ്ധരായ ലളിത, പത്മിനി, രാഗിണി എന്നിവരുടെ അടുത്ത ബന്ധുവായിരുന്നു സുകുമാരി. സിനിമയിലേക്കുള്ള വഴി തുറക്കുന്നതും അങ്ങനെ. ഒരു ഇരവ് എന്ന തമിഴ് ചിത്രത്തിൽ അഭിനയ ജീവിതം തുടങ്ങി. അപ്പോൾ പ്രായം 10 വയസ്സ്. 57 ഇറങ്ങിയ തസ്കരവീരനിൽ പ്രധാന വേഷം ചെയ്തു. വിവിധ തലമുറയിലെ താരങ്ങൾക്കൊപ്പം അഭിനയിച്ചു. നാടക, സീരിയൽ രംഗങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു. നാടകരംഗത്തെ പ്രസിദ്ധമായ ചോ രാമസ്വാമി ട്രൂപ്പിലും അംഗമായി. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലെ 2000-ലധികം കഥാപാത്രങ്ങൾക്ക് സുകുമാരി ജീവൻ പകർന്നു. വിവിധ ഭാഷകളിൽ കഥാപാത്രങ്ങൾക്ക് സ്വന്തം ശബ്ദം നൽകി ശ്രദ്ധേയയായി. 2010 നമ്മഗ്രാമം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടിക്കുള്ള ദേശീയ അവാർഡും കരസ്ഥമാക്കി. മികച്ച സഹനടിക്കുള്ള കേരള സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചത് 4 തവണ. 2003 പത്മശ്രീയിലൂടെ രാജ്യത്തിൻ്റെ ആദരവും. റിസർച്ച് ഡെസ്ക്, മീഡിയ 1. നടി സുകുമാരിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി മന്ത്രി ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. സുകുമാരിയുടെ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ശ്രീ ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സുകുമാരിയുടെ കുടുംബ അംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തീരുമാനം
അവർ പറയുന്നു അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്താഗ്രഹിക്കുന്നോ അതനുസരിച്ച് ആണ് കാര്യങ്ങൾ നടത്തുക. സംസ്ഥാനത്തിൻ്റെ തലത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അമ്മയെ നഷ്ടപ്പെട്ടതുപോലുള്ള വേദനയാണ് സുകുമാരിയുടെ വേർപാടിലുണ്ടായതെന്ന് മന്ത്രി ഗണേഷ് കുമാർ പ്രതികരിച്ചു. സുകുമാരി ചേച്ചി നമുക്ക് അമ്മയാണ്, സഹോദരിയാണ്, ചിലപ്പോൾ ഒരു വലിയ കൂട്ടുകാരിയെ പോലെയാണ്. വളരെ എൻ്റെ ജീവിതത്തിലെ എല്ലാ വ്യക്തിപരമായ വിഷമങ്ങളിലും ഞാൻ സുകുമാരി ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞൊരു അമ്മയുടെ വേർപാടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സുകുമാരി ഇല്ലാത്ത സിനിമാ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനാവുന്നില്ലെന്ന് സംവിധായകൻ സിബി മലയിൽ പറഞ്ഞു. സുകുമാരി ചേച്ചി ഇല്ലാത്ത ഒരു മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക്. കാരണം എത്രയോ വർഷങ്ങൾ, എത്രയോ സിനിമകൾ, എൻ്റെ തന്നെ എത്രയോ സിനിമകളിൽ സുകുമാരി ചേച്ചി അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പെട്ടെന്നാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ അത് ആ ഒരു വല്ലാത്ത വാക്കം ആണ് ഫീൽ ചെയ്യുന്നത്. കാരണം സുകുമാരി ചേച്ചി എല്ലാവരും സംബന്ധിച്ച്, സിനിമയിലുള്ള എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സുകുമാരി ചേച്ചി അവരുടെയൊക്കെ സ്വന്തം ആൾ തന്നെയാണ്. എനിക്കും അതുപോലെ തന്നെയായിരുന്നു. എൻ്റെ കുടുംബത്തിലെ ഒരു അംഗം പോലെ. എൻ്റെ ലൊക്കേഷനിൽ വരുമ്പോൾ അത് എൻ്റെ അമ്മ എൻ്റെ ലൊക്കേഷനിൽ വന്ന പോലത്തെ ഒരു ഫീലാണ് ഇപ്പോഴുള്ളത്. താരസംഘടനയായ അമ്മയുടെ യോഗം കൊച്ചിയിൽ നടക്കുന്നതിനിടെയാണ് സുകുമാരിയുടെ നിര്യാണ വാർത്ത എത്തിയത്. യോഗം നിർത്തിവെച്ച് താരങ്ങൾ വിയോഗ വാർത്തയിൽ അനുശോചിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ചേച്ചി മാത്രമല്ല, ഒരു അമ്മയാണ്, സഹോദരിയാണ്, ഒരു നല്ല സുഹൃത്താണ്. പറഞ്ഞതുപോലെ ഇത് ഒരു നിയോഗമാണ്. നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ പറ്റാത്ത ഒരു കാര്യമാണ് മരണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വേർപാടാണിത്. അവരുടെ മനസ്സിൽ എപ്പോഴും ഈ അഭിനയവും കാര്യങ്ങളൊക്കെ തന്നെ. വീട്ടിൽ വളരെ കുറച്ചു കാലേ അവരുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2-3 ആഴ്ച മുമ്പ് അവർ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വരണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും ചേച്ചി എന്നെ കാണാൻ വന്നു. എന്നെ കണ്ടു. എന്നോട് പറഞ്ഞു ധൈര്യമായിട്ടിരിക്കണം, ഇതൊന്നും വലിയ അസുഖമല്ല, ഇന്നസെന്റ്, പണ്ടൊക്കെ ക്യാൻസർ വലുതാണ്, ഇന്ന് അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് അവർ പോയതാണ്. അത് ഇപ്പോൾ ഈ തീ പൊള്ളിയതിന് ശേഷവും ഞാൻ അവരായിട്ട് സംസാരിച്ചു. അപ്പോഴും അവർക്കൊരു പ്രശ്നം, രോഗത്തെ അവരൊരു പുല്ല് പോലെ കണക്കാക്കിയിട്ടുള്ളവരാണ്. എക്കാലവും നിറഞ്ഞു നിന്ന ആളാണ് സുകുമാരി ചേച്ചി. മാറുന്ന കാലത്തിനനുസരിച്ച് ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കുട്ടികൾക്കൊപ്പവും സുകുമാരി ചേച്ചി അവരിലൊരാളായിട്ട് നിന്ന് അഭിനയിക്കുന്ന ആളാണ്. ഒരു സഹനടി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രബലയായ ഞങ്ങളുടെ ചേച്ചി, അല്ലെങ്കിൽ അമ്മ, അല്ലെങ്കിൽ കൂട്ടുകാരി, അങ്ങനെ പല മുഖങ്ങളുള്ള ചേച്ചി ഞങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നതായിരിക്കും കുറെ കൂടെ ശരി. 7-ാം തീയതി ഇവിടെ നടക്കുന്ന പ്രോഗ്രാമിൽ ചേച്ചിക്ക് വരാൻ പറ്റും എന്ന് വരെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു വലിയൊരു ഷോക്കാണ് ഈ അവസരത്തിൽ. മരിച്ചു എന്ന് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാൻ പോലും എന്നെപ്പോലെ തന്നെ സുകുമാരി ചേച്ചിയുമായിട്ട് ബന്ധമുള്ള, പരിചയമുള്ള, കൂടെ അഭിനയിച്ചിട്ടുള്ള ആർക്കും തന്നെ അത് ഉൾക്കൊള്ളാൻ ഇതുവരെയായിട്ടും കഴിഞ്ഞിട്ടില്ല. കുറെ കാലത്തേക്ക് കഴിയുമെന്നും തോന്നുന്നില്ല. സുകുമാരി ചേച്ചി ഇന്നും എന്നും എപ്പോഴും മലയാള സിനിമയ്ക്കും എനിക്കും എന്നും മനസ്സിലുണ്ടാവും, ഓർമ്മയിലുണ്ടാവും. ആ വലിയ കലാകാരിയുടെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. കുറേ വിഷമത്തോടെ മാത്രമേ നമുക്കിത് ഓർക്കാൻ പറ്റുള്ളൂ. ചേച്ചിയെക്കുറിച്ചുള്ള നല്ല ഒരുപാട് ഓർമ്മകളുണ്ട് നമ്മുടെ എല്ലാം മനസ്സിൽ. ഒറ്റ സങ്കടം മാത്രം, ഞങ്ങളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത് സുകുമാരി ചേച്ചി കുറേ വിഷമിച്ചിട്ടാണ് മരിച്ചതെന്ന് ആലോചിക്കുമ്പോൾ വലിയ വിഷമം തോന്നും. സുകുമാരി ചേച്ചി എല്ലാവർക്കും അമ്മയാണ്, അല്ലെങ്കിൽ സ്വന്തം ചേച്ചിയെ പോലെയാണ്. എന്നെ സംബന്ധിച്ചോളം സിനിമ വന്നിട്ട് 38 വർഷമായിട്ട് അന്ന് തൊട്ടുള്ള പരിചയമാണ്. ഈ എൻ്റെ അവസാനം എടുത്ത പടത്തിലും ചേച്ചിയുണ്ട്. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആരത്തും പറയത്തില്ല, സ്വന്തം വേദന ആരത്തും പറയില്ല. എനിക്ക് വയ്യ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നില്ല എന്ന് ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. ഇങ്ങനൊരു അവസാനം വേണ്ടി അങ്ങനെ എന്തിനങ്ങനെ വന്നേന്നുള്ളൊരു സങ്കടമുണ്ട്. സുകുമാരിയുടെ നിര്യാണത്തിൽ കവിയൂർ പൊന്നമ്മ അനുശോചിച്ചു. എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സും ചെയ്യാനുള്ള കഴിവും മനസ്സുള്ള ഒരു നടിയായിരുന്നു പുള്ളിക്കാരി. ഒരുപാട് ലാംഗ്വേജിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജിലും അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. എനിക്ക് ഏതൊക്കെ ഭാഷകളാണെന്ന് എനിക്ക് അറിയില്ല, എങ്കിലും ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരു പ്രതിഭയായിരുന്നു എന്നുള്ളത് യാതൊരു സംശയവും ഇല്ലാണ്ട് പറയാൻ പറ്റും. 60 വർഷത്തെ അഭിനയ ജീവിതം. 7-ാം വയസ്സിൽ നൃത്തം ആരംഭിച്ചു. 10-ാം വയസ്സ് മുതൽ അഭിനയവും.
ഹാസ്യവും വില്ലത്തരവും അമ്മവേഷവും ഒരുപോലെ സുകുമാരി അവിസ്മരണീയമാക്കി. സ്നേഹനിധിയായ അമ്മയിൽ നിന്നും തൻ്റെടിയായ വീട്ടമ്മയിലേക്കും ഇരുത്തം വന്ന മുത്തശ്ശിയിലേക്കും മാറി മാറി വന്ന അഭിനയ മുഹൂർത്തങ്ങൾ. കുശുമ്പും കുന്നായ്മയും പൊങ്ങച്ചവും ഒത്തുചേർന്ന ദുഷ്ടതയുടെ ആൾരൂപം. സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ചിരി പടർത്തിയ ഹാസ്യവേഷങ്ങൾ. തനിയാവർത്തനങ്ങളില്ലാത്ത, ടൈപ്പ് ചെയ്യപ്പെടാത്ത വ്യത്യസ്തമാർന്ന വേഷപകർച്ചകൾ അത്ഭുതത്തോടെയാണ് പ്രേക്ഷകർ കണ്ടുനിന്നത്. ആദ്യ തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ സുകുമാരിക്ക് പ്രായം 10. 57-ൽ തസ്കര വീരനിലൂടെ സിനിമയിൽ സാന്നിധ്യമുറപ്പിച്ച ആ വർഷം തന്നെ കൂടപ്പിറപ്പിലും അഭിനയിച്ചു. ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ തുടങ്ങിയ സിനിമാ ജീവിതം ന്യൂ ജനറേഷൻ സിനിമകളിൽ വരെ അടയാളപ്പെടുത്തപ്പെട്ടു. പ്രിയദർശന്റെ സിനിമകളിലെ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമകളിലെ സ്ത്രീ ഹാസ്യ കഥാപാത്രങ്ങൾക്ക് സുകുമാരി പുതിയൊരു ജീവൻ നൽകി. പൂച്ചക്കൊരു മൂക്കുത്തി, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, പഞ്ചവടിപ്പാലം തുടങ്ങി പൊങ്ങച്ചക്കാരിയായ സൊസൈറ്റി ലേഡിയെ പല സിനിമകളിലും അവർ അവതരിപ്പിച്ചു. ബോയിങ്ങിലെ ഡിക്കമ്മായിയെയും വന്ദനത്തിലെ മാഗി ആൻ്റിയെയും സുകുമാരി വ്യത്യസ്തയാക്കി. അച്ചുവിൻ്റെ അമ്മയിലെ ഉമ്മയും താളവട്ടത്തിലെ നേഴ്സമ്മയും മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളാണ്. കോമഡിയും പൊങ്ങച്ചവും അനായാസമായി കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഗ്രാമീണ വേഷങ്ങളിലെ അമ്മ വേഷങ്ങളിലൂടെയും സുകുമാരി ചലച്ചിത്ര പ്രേമികളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ശ്രീധനം, ആധാരം, കേളി, മിഴികൾ സാക്ഷി എന്നീ സിനിമകളിലെ അമ്മ വേഷങ്ങൾ കാലത്തെ അതിജീവിക്കുന്നവയാണ്.